അറിഞ്ഞപ്പോൾ തൊട്ട് ഇവരിൽ മിക്കവാറും പേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആശുപത്രിയിലെത്തിയിരുന്നു. അദ്ദേഹം അർബുദ രോഗത്തിന് കുറച്ചധികം കാലമായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നതും മരണം സംഭവിക്കുന്നതും. എപ്പോഴും ഒരു ഫൈറ്ററായിരുന്നു പി ജയചന്ദ്രൻ. രോഗത്തിന് തളർത്താൻ കഴിയാത്തൊരു യുവത്വത്തിൻ്റെ സ്വഭാവം അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. എപ്പോഴും മനസ്സുകൊണ്ടും ശബ്ദം കൊണ്ടും അദ്ദേഹം ഇനിയും ചെറുപ്പമായിരുന്നു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിലേക്ക് മടങ്ങിയെത്തി. അതിനുശേഷം പാടിയ പാട്ടുകൾ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയെ മുഴുവൻ ആവേശം കൊള്ളിക്കുന്ന തരം പാട്ടുകളായിരുന്നു. അവരെ മുഴുവൻ പ്രണയാതുരരാക്കുന്ന പാട്ടുകളായിരുന്നു. അതിനു മുൻപത്തെ എത്രയോ തലമുറകളെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട്, നാദസൗകുമാര്യം കൊണ്ട് അദ്ദേഹം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ആ പാട്ടുകളും ആ സംഗീതവും എല്ലാം ബാക്കിയാക്കിയാണ് പി ജയചന്ദ്രൻ വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന് 5 പതിറ്റാണ്ട്, ഏതാണ്ട് 6 പതിറ്റാണ്ടോളം മലയാളികളെ മുഴുവൻ ആസ്വദിപ്പിച്ച, ആഹ്ലാദിപ്പിച്ച, കരയിപ്പിച്ച, സന്തോഷിപ്പിച്ച ആ ശബ്ദത്തിന് വിട നൽകാൻ അതിന് ഉതകുന്ന തരത്തിൽ അദ്ദേഹം എത്ര കണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചോ അതുപോലൊരു വിടവാങ്ങൽ നൽകാനാണ് ഇപ്പോൾ തൃശ്ശൂർ തയ്യാറെടുക്കുന്നത്. തൃശ്ശൂരുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അഭേദ്യമാണ്. തൃശ്ശൂരിൻ്റെ നടപ്പാതകളിൽ, തൃശ്ശൂരിൻ്റെ പൊതു ഇടങ്ങളിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പി ജയചന്ദ്രനെ നമുക്ക് കണ്ടുമുട്ടാമായിരുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പി ജയചന്ദ്രൻ എന്ന് പറയുന്നത് ഡാനി ഒട്ടും ഒരു അപരിചിതനല്ല, അവരുടെ സ്വന്തം ആളാണ്. ഒരുപക്ഷെ ഈ വരുന്നവരെ കാണുമ്പോൾ പോലും നമുക്കത് മനസ്സിലാവും. അവർ കടന്നു വരുന്നത് അവരുടെ പ്രിയപ്പെട്ട ആളെ കാണാൻ, അല്ലാതെ ഒരു സെലിബ്രിറ്റിയെ അന്തിമോപചാരം അർപ്പിക്കാനല്ല വരുന്നത്. അവരെല്ലാം വരുന്നത് അവരുടെ പ്രിയപ്പെട്ട ജയേട്ടന് യാത്ര പറയാനാണ്. എല്ലാറ്റിനെയും കൂസാതെ എന്നും നിലകൊണ്ട പി ജയചന്ദ്രനെ വിട പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. അവരുടെ പ്രിയപ്പെട്ട ജയേട്ടന് യാത്ര പറയാൻ വരുന്നു. തൃശ്ശൂരിൻ്റെ ഒരു പൊതുവികാരവും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ശ്രീജ വളരെ കൃത്യമാണ് പറഞ്ഞത്. കാരണം അതിൽ ഒരു സെലിബ്രിറ്റിയെ യാത്ര അയക്കുക അങ്ങനെ ഒരു രീതിയിലേക്കല്ല നമ്മൾ ഇവിടെ ആരുടെയും മുഖം കാണുന്നത്. എല്ലാവരും വലിയ സങ്കടത്തിലും കാര്യങ്ങളിലും എല്ലാം തന്നെയാണ്. കാരണം വലിയ സങ്കടം എല്ലാവരിലും തന്നെ അത് നീളിക്കുകയാണ്. കാരണം വലിയ സങ്കടം എല്ലാവരിലും തന്നെ അത് നീളിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം അവർക്കൊപ്പം നടന്നിരുന്ന ഒരാൾ എന്ന് തന്നെയാണ്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, ഒരിക്കലും ഒരു അപരിചിതനെ ആയിരുന്നില്ല. അദ്ദേഹം വലിയ പാട്ടുകാരനായി ദക്ഷിണേന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറുന്നു. വലിയ രീതിയിലുള്ള പുരസ്കാരങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളുടെ അടക്കം പുരസ്കാരങ്ങൾ കിട്ടുന്നു, ദേശീയ പുരസ്കാരങ്ങൾ കിട്ടുന്നു. ഇതെല്ലാം തന്നെ സംഭവിക്കുമ്പോഴും അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ തന്നെ എന്ന രീതിയിൽ തന്നെയാണ് അവരതിൽ അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കാരണം അവർക്കൊപ്പം നടന്നിരുന്ന ഒരാളെയാണ് അതിൽ ഇല്ലാതാകുന്നത്. അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ അവർക്കൊപ്പം കൂടിയിരുന്ന ആൾ തേക്കിൻകാട് മൈതാനത്ത് ഇതിലെല്ലാം അവർക്കൊപ്പം ഇരുന്ന് സ്വരാ റൗണ്ടിലും എല്ലാം ഇരുന്ന് അവർക്കൊപ്പം സംസാരിച്ച് പോയ ഒരാൾ പെട്ടെന്ന് നടന്നു പറയുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതും പരസ്പരം പറയുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രിയപ്പെട്ട ജയേട്ടൻ കടന്നു പോയിരിക്കുന്നു എന്നതാണ്. അതിൽ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം രോഗാതുരനായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർക്കറിയാം. അത്തരം കാര്യങ്ങൾ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. എങ്കിൽ കൂടിയും അത് ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവർ പറയുന്നതിൻ്റെ ഒരു കാര്യം, അദ്ദേഹം രോഗങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് അദ്ദേഹം തിരിച്ചു നടക്കുന്നു അല്ലെങ്കിൽ നടന്നു വരുന്നു എന്നൊരു തോന്നൽ അദ്ദേഹം, ആ ഒരു പ്രതീതി അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം, നമ്മൾ നേരത്തെയും സംസാരിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അത് തന്നെയായിരുന്നു കാരണം അദ്ദേഹം ഒന്നിനെയും തന്നെ കൂസിയിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് കീഴ്പ്പെട്ടു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനുമായിരുന്നില്ല. അത് സംഗീതമായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായാലും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ ഒന്നിനെയും അദ്ദേഹം അത് തൻ്റെ തന്നെ നിലപാടുകൾ പറഞ്ഞിരുന്നു. ആ ഒരു കാർക്കശ്യത്തോടെ, കണിശതയോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ നടന്ന് കയറുന്നു എന്നൊരു തോന്നൽ എല്ലാവരിലും ജനിപ്പിച്ചിരുന്നു. അങ്ങനെ രോഗാതുരമായ ആ ഒരു വലിയ കഠിനത നേരിട്ട ആ നാളുകളിലെല്ലാം തന്നെ പല രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കപ്പെടുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയും പിന്നീട് ഇഷ്ടപ്പെട്ട കൃഷ്ണഭക്തി ഗാനം
അദ്ദേഹം ആലപിക്കുകയും എല്ലാം തന്നെ ചെയ്തപ്പോൾ അത് സസന്തോഷം വളരെ ഇതോടുകൂടി സഹിഷ്ണുതയോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് അങ്ങനെ ഒരു അനുവാചക ലോകം അത് ഏറ്റുവാങ്ങുകയും ചെയ്തത്. അതായിരുന്നു അവർക്ക് പി ജയചന്ദ്രൻ എന്ന തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട ജയേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് എന്നെല്ലാം തന്നെ പറയാൻ. അങ്ങനെ അവർ അത് വിശ്വസിക്കുകയും ചെയ്തിരുന്ന സമയത്താണ് ഇന്നലെ വളരെ പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും പിന്നീട് മരണപ്പെടുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ വേദനയിൽ പങ്കുചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഓരം പറ്റി നിന്നാണ് ഇന്ന് തൃശ്ശൂർ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായും തൃശ്ശൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ തന്നെയാണ് വളരെ പെട്ടെന്ന് ഓടിയെത്തുന്നത്. ഇവിടെയുള്ളവർ തന്നെയാണ് ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുന്നത്. മന്ത്രി പി രാജനും അടക്കമുള്ളവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദ കൂട്ടങ്ങളിൽ പെടുന്നവർ തന്നെയാണ്. അങ്ങനെ ഉള്ളവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട പ്രതീതിയിൽ തന്നെയാണ് ഉള്ളത്. ഒരിക്കലും ഒരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നുമായിരുന്നില്ല. ഗാനങ്ങളിലൂടെ അദ്ദേഹം ജനസഹസ്രങ്ങളെ അദ്ദേഹം വളരെ പ്രിയപ്പെട്ടതായി ചേർന്ന് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളോട് അവരെയും ഒരുപക്ഷെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിണക്കങ്ങൾ ഒരിക്കലും അവരത് ആ രീതിയിൽ തന്നെ കണ്ടിട്ടേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയാണ്. ഇടയ്ക്ക മീശ വിരിച്ച വലിയ ദേഷ്യം കാണിക്കുന്ന കണിശക്കാരനായ ഒരാൾ, എന്നാൽ അതേസമയം തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അതേ സെക്കൻഡിൽ തന്നെ തിരിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന മറ്റൊരാൾ. ഇതെല്ലാം അവർക്കൊരാൾ തന്നെയായിരുന്നു പ്രിയപ്പെട്ട ജയേട്ടൻ. ഭാവ ഗായകൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യങ്ങൾ പല രീതിയിൽ നമ്മൾ അത് കേട്ടാൽ വിസ്മയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രായമേറിയ അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് യാതൊരു ഇടർച്ചയുമില്ലാതെ തന്നെ അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും ചെറുപ്പക്കാർക്ക് വേണ്ടി അദ്ദേഹം അവരുടെ പാട്ടുകൾ പാടിയെടുത്തു. അവർക്ക് നമ്മൾക്ക് പോലും വിസ്മയിച്ചു പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഏറ്റവും മലയാളത്തിലെ തന്നെ താരനിരയിലെ ഏറ്റവും ഇളമുറക്കാർക്ക് വേണ്ടിയും അദ്ദേഹം ഗാനം ആലപിക്കുമ്പോൾ ഒരിക്കലും അതൊരു മുതിർന്ന ആളുടെ ശബ്ദം അല്ലെങ്കിൽ കുറേ പ്രായമുള്ള ഒരാളുടെ ശബ്ദമെന്ന് നമ്മൾക്ക് ഒരിക്കലും അത് വേർതിരിച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയും എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രണയത്തിനും വിരഹത്തിനും സങ്കടത്തിനും സന്താപത്തിനും എല്ലാം ഈ മാനസിക സംഘർഷങ്ങൾക്ക് മലയാളിയുടേതായ മാനസിക ഈ സംഘർഷങ്ങൾക്ക് ഒപ്പം തന്നെയും അദ്ദേഹത്തിന് ശബ്ദം കൂട്ടുവന്നുവെന്നാണ്. എല്ലാതല ഭാവതലങ്ങളും അദ്ദേഹം ഒപ്പിയെടുത്തുകൊണ്ട് അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ പാട്ട് പാടി കൊടുക്കാൻ മലയാളിയെ ഒരു വേള പാടി ഉറക്കാനും ഉണർത്താനും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനെല്ലാം തന്നെ സാധിച്ചിരുന്നു എന്നതാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത്. അതുകൊണ്ട് കാലമത്രയും അവർക്കൊപ്പം നടന്ന ശബ്ദം കൊണ്ട് കൂടെ നടന്ന കൂട്ടിരുന്ന ഒരാളെയാണ് ഓരോ മലയാളിക്കും നഷ്ടമാകുന്നത്. ശ്രീജ.